പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായിട്ട് വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ ഒരു ഗൈഡൻസുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, അത് താമസിക്കുകയുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വലിയ നാമം, ആ വലിയ വാഗ്ദത്തങ്ങൾ, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നമുക്ക് ഏതെങ്കിലും ദർശനത്തിലും വെളിപാടുകളിലും കൂടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം അതിനുവേണ്ടി കാത്തിരിക്കണം. ദർശനത്തിന് ഒരു അവധിയുണ്ട്. നമുക്ക് പലപ്പോഴും ആ അവധി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കാലത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാം ഫാസ്റ്റാണ്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എനിക്കറിയാം ചില ആൾക്കാർ ഫുഡ് കുക്ക് ചെയ്യാത്ത ആൾക്കാർ എനിക്കറിയാം, എപ്പോഴും ഫ്രീസറിൽ നിന്ന് വാങ്ങിച്ച് ചൂടാക്കി കഴിക്കുന്നത്. കാരണം അതാണ് എളുപ്പം. നമുക്ക് ടൈമൊന്നും ഈവൻ ഫുഡിന് പോലും വെച്ചു കഴിക്കുവാൻ സമയം മെനക്കെടാത്ത ഈ സമയത്ത് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സമാപ്തിയിലോട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ സമാപ്തിയിൽ വരുന്ന ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ നമുക്ക് വിഷമമാണ്. നമ്മൾ ചിന്തിക്കും, കർത്താവ് എന്താ പ്രാർത്ഥന കേട്ടില്ലേ, മറ്റുള്ളവരുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നാം ചിന്തിക്കും. എന്നാൽ നാം വേദപുസ്തകത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ മക്കളെപ്പറ്റി പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അവരെല്ലാം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അബ്രഹാമിനെ നോക്കുകയാണെങ്കിൽ നീണ്ട 25 വർഷങ്ങളാണ് അബ്രഹാം വെയിറ്റ് ചെയ്തത്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അതിൻ്റെ 4-ാം വാക്യത്തിൽ കാണാം, 75 വയസ്സായിരുന്നു അബ്രഹാമിന് കർത്താവ് ആദ്യം പ്രോമിസ് കൊടുത്തപ്പോൾ. അത് കഴിഞ്ഞ് ഉൽപ്പത്തി 21-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം ആ ദർശനത്തിൻ്റെ, ആ കർത്താവ് കൊടുത്ത പ്രോമിസിൻ്റെ ഫുൾഫില്ലായിട്ട് അവർക്ക് ഇസഹാക്കിനെ ലഭിക്കുന്നു. അപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തദാസനായ കർത്താവിൻ്റെ സ്നേഹിതനായ അബ്രഹാമിന് 25 വർഷമാണ് കർത്താവിൽ നിന്ന് ഒരു പ്രോമിസ് കിട്ടുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അതും അവിടെ വേറെ മക്കളൊന്നും ഇല്ലായിരുന്നു. ഒന്നിനെ കൂടി അല്ല ചോദിച്ചത്. ന്യായമായിട്ടും ഒരു കുഞ്ഞ് ഒരു ജീവിതത്തിൽ, ഒരു ദമ്പതിമാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു ന്യായമാണല്ലോ. അതൊരു ഭൗതിക കാര്യമായിട്ടല്ലല്ലോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതൊരു ആവശ്യം മാത്രമല്ല, ഒരു അത്യാവശ്യമാണ്. എന്നിട്ട് പോലും കർത്താവിൻ്റെ സ്നേഹിതനായിരുന്നിട്ട് പോലും ആ അബ്രഹാമിന് 25 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ അബ്രഹാമിനെ കാട്ടിലും വലുതാണോ ഞാനും നിങ്ങളും ഒക്കെ? ഇസഹാക്കിൻ്റെ പിതാവ് എന്നല്ല അബ്രഹാമിനെ അറിയപ്പെടുന്നത്. അബ്രഹാം ആ നീണ്ട 25 വർഷങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ അബ്രഹാമിന് കിട്ടിയ പേരാണ് വിശ്വാസികളുടെ പിതാവ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഫാദർ ഓഫ് ഫെയ്ത്ത്. ആ 25 വർഷവും കർത്താവിനെ വിട്ടു പോയില്ല. എൻ്റെ ദൈവം എവിടെ? എൻ്റെ സ്നേഹിതനാണോ? എൻ്റെ സ്നേഹിതനാണെങ്കിൽ എന്നോടിങ്ങനെ ചെയ്യുമോ? വെർ ഈസ് മൈ ലവിങ് ഗോഡ് എന്നൊന്നും അബ്രഹാം ചോദിച്ചില്ല. അബ്രഹാമിന് അറിയാമായിരുന്നു, എനിക്ക് ഭാരമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എങ്കിലും എൻ്റെ സ്നേഹിതൻ, എൻ്റെ ദൈവം എന്നെ കരുതും, തക്ക സമയത്ത് കരുതും എന്ന് അബ്രഹാമിന് നല്ലവണ്ണം അറിയാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റത്തില്ല. ദൈവത്തിന് ഒരു സമയവും തെറ്റിയിട്ടില്ല. ഹല്ലേലൂയ, ഗോഡ്സ് വേർഡ് ഇസ് പവർഫുൾ. അത് പരാജയപ്പെടത്തില്ല. ലാസറിൻ്റെ കല്ലറയ്ക്കൽ 4 നാളായി നാറ്റം വെച്ച അവസ്ഥയിലാണ് വന്നത്. നമുക്കത് താമസമെന്ന് തോന്നിയെങ്കിലും മറിയയ്ക്കും മാർത്തയ്ക്കും അവിടെ നിന്നവർക്കുമൊക്കെ അത് നാറുമെന്ന് തോന്നിയെങ്കിലും കർത്താവ് ഒരു കാര്യത്തിൽ തൊട്ടാൽ അത് മഹത്വകരമായിട്ട്, മാനമായിട്ട്, നിന്നെ മാനപാത്രമാക്കി മാറ്റും. നീ വെയിറ്റ് ചെയ്യുന്നതൊന്നും അധികമായി പോകത്തില്ല. തക്ക സമയത്ത് കർത്താവ് വരും. അത് നിൻ്റെ സമയത്തല്ല, എൻ്റെ സമയത്തല്ല, ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ റെസ്റ്റ് അപ്പോൺ ഹിം.
സങ്കീർത്തനക്കാരൻ 62 വാക്യത്തിൽ പറയുന്നത്, ഓ മൈ സോൾ ഫൈൻഡ് റെസ്റ്റ് ഇൻ ഗാഡ്. ഹല്ലേലൂയ. റെസ്റ്റ് ഇൻ ഗാഡ്. നമ്മൾ മരിച്ചവരെ പറ്റി പറയത്തില്ലേ, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ ഞാനിന്ന് പറയുന്നത്, കർത്താവിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിദ്ര പ്രാപിക്കണം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ വാഞ്ചകളും, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും കർത്താവിൽ കൊടുക്കണം. നിദ്ര പ്രാപിച്ചവർക്ക് പിന്നെ ആഗ്രഹമില്ല. നിദ്ര പ്രാപിച്ചവർക്ക് പിന്നെ ഒരു ഡിസയേഴ്സോ ഒരു കോമ്പറ്റീഷനോ ഒന്നുമില്ല. എല്ലാം അവർ കർത്താവിലിരിക്കുകയാണ്, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും. അപ്പോൾ നാം ജീവിതത്തിലിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ ആ ലോകത്തിൻ്റെ അവസ്ഥയിൽ മരണപ്പെടണം. കർത്താവിൽ റെസ്റ്റ് അപ്പോൺ ഹിം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ പറ്റുമോ? കാരണം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, എൻ്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ എൻ്റെ അത്യാവശ്യ കാര്യമാണല്ലോ, ഇതൊക്കെ കർത്താവ് കാണുന്നില്ലേ, ഇതൊക്കെ എനിക്ക് ചെയ്തില്ലെങ്കിൽ ആർക്ക് ചെയ്തു തരും എന്നൊക്കെ നാം ചിന്തിക്കും. കാരണം നാം കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊരു നീണ്ട 15 വർഷം ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് കിട്ടുവാൻ ഒരു ചാൻസും ഇല്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ വിട്ടു അത്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് നിൻ്റെ ഹിതമല്ലായിരിക്കും, ഇനി എനിക്കത് വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ 15 വർഷവും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇതാണോ അല്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ 15 വർഷം പ്രാർത്ഥിച്ചിട്ട് ഞാനതങ്ങ് വിട്ടു. എനിക്കങ്ങനെ ദർശനമോ അതിനെപ്പറ്റി ഒന്നും തന്നെ എനിക്ക് ലഭിച്ചിരുന്നില്ല. ഈ 15 വർഷക്കാലവും കർത്താവ് ഒന്നും അതിനെപ്പറ്റി സംസാരിച്ചിരുന്നില്ല. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ അതെന്നു വിട്ടു. ഇനി എന്നെക്കൊണ്ട് കഴിയത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിലൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ തന്നെ അതിൽ ഉറച്ചു. അങ്ങനെയുള്ള സമയത്ത് കർത്താവിന് പ്രവർത്തിച്ചു. കർത്താവ് പ്രവർത്തിച്ചപ്പോഴില്ലേ, എൻ്റെ ആഗ്രഹം പോലല്ല, അതിലും അപ്പുറമായിട്ട്, എൻ്റെ വാഞ്ച പോലല്ല, അതിലും അപ്പുറമായിട്ട്, എൻ്റെ ക്വാളിറ്റിയോ എൻ്റെ പൊസിഷനോ ഒന്നും നോക്കിയിട്ടല്ല, അപ്പുറമായിട്ട് കർത്താവ് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നതിലും, ഞാൻ ആഗ്രഹിക്കുന്നതിലും, ഞാൻ അർഹിക്കുന്നതിലും, ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ട് കർത്താവ് പ്രവർത്തിച്ച് എന്നെയും ഞെട്ടിപ്പിച്ചു, എൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഞെട്ടിപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ്. അത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത ഒരു കാര്യം കർത്താവിൻ്റെ ഇഷ്ടമല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഈ 15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉപേക്ഷിച്ചത്. കാരണം ഉപേക്ഷിച്ചത് ഇനി അത് സാധിക്കാൻ എനിക്ക് യാതൊരു ചാൻസും ഇല്ലായിരുന്നു. ഈ ലോകത്തിൽ ഒരു ചാൻസും ഇല്ലാതിരുന്നപ്പോൾ അതുവരെ ഞാൻ പലതിനെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്കത് നടക്കാഞ്ഞത്. എന്നിൽ ആശ്രയിച്ച് കാണും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരിൽ ആശ്രയിച്ച് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സസിൽ ഞാൻ അതിനെ ആഗ്രഹിച്ച് കാണും നടക്കുവാൻ. പല സമയത്തും അതിങ്ങനെ നടക്കുന്ന ഒരുമാതിരിയൊക്കെ വന്നതുമാണ്. പക്ഷെങ്കിൽ എല്ലാം അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ 4 നാളായി നാറ്റം വെച്ചു, ഇനി ഒരു ചാൻസും ഇല്ല എന്നുള്ള ആ സ്ഥിതി പോലെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വലിയ കരം, ഞാനതിനെ എൻ്റെ ആഗ്രഹം കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. അവൻ വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അത് എൻ്റെ ഇഷ്ടത്തിനല്ല, കർത്താവിൻ്റെ ഇഷ്ടത്തിന്, കർത്താവിൻ്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ പ്രിയ ദൈവവേദനെ, ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് തോന്നും, ആ വലിയ ആൾക്കാരോ വലിയ പദവിയിലുള്ളവരോ ഒക്കെ നമുക്ക് കൊണ്ടു തരുമായിരിക്കുമെന്ന്. അല്ല, നമ്മൾ മനുഷ്യരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. രാജാക്കന്മാരെ കൊണ്ട് തരുന്നതിലും ഉപരിയായിട്ട് ദൈവം അയക്കുന്ന ഒരു കാക്കയ്ക്ക് ചെയ്തു തരുവാനായിട്ട് പറ്റും. കാരണം ആ കാക്ക ചെയ്യുന്നത് ഒരു കമാൻഡറുടെ, ഒരു റൂളറുടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിൻ്റെ ഓർഡറാണ് ആ കാക്ക ഫോളോ ചെയ്യുന്നത്. അതിനാൽ ദൈവം അയക്കുന്ന ഒരു കാക്കയ്ക്ക് ഈ ലോകത്തിലെ വലിയ രാജാക്കന്മാരെക്കാട്ടിലും വിലയുണ്ട്, കഴിവുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, ഏലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പം കൊടുത്ത് പുലർത്തിയ ഒരു ദൈവത്തെ, അത് എൻ്റെയും നിങ്ങളുടെയും ദൈവമല്ലേ? ഹല്ലേലൂയ. ഇന്ന് താമസിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വലിയതാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് ജോസഫിനെ അറിയാമല്ലോ.
ജോസഫിന് ദർശനം ലഭിച്ചിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞാണ് ജോസഫ് ഒരു കൊട്ടാരത്തിലോട്ട് കയറിയത്. അത് കഴിഞ്ഞ് എത്രയോ നാളുകൾ വീണ്ടും കഴിഞ്ഞിട്ടാണ് ആ ഒരു ദർശനം ഫുൾഫിൽ ചെയ്തത്. ആ ദർശനത്തിൻ്റെ ഇടയിൽ എത്രയെത്ര പ്രതികൂലങ്ങൾ ജോസഫ് നേരിട്ടു. ആ സമയത്തൊക്കെ ജോസഫ് പ്രാർത്ഥിച്ചിട്ടില്ലേ? ജോസഫ് സങ്കടപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അതിലും വലുതായിട്ട് എനിക്ക് ചിന്തിക്കേണ്ടി വന്നത്, ആ പാനപാത്രവാഹകൻ ജോസഫിൻ്റെ അത്രോളം പ്രാർത്ഥിക്കുന്നതൊന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് ജോസഫ് അവർക്ക് ദർശനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ദർശനത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ പാനപാത്രവാഹകൻ വിടുവിക്കപ്പെട്ടു. എന്നാൽ ദൈവം കൂടുണ്ടായിരുന്ന, ദൈവം ദർശനം കൊടുത്ത ജോസഫ് വീണ്ടും അവിടെ കിടക്കുകയാണ്. അപ്പോൾ ജോസഫ് ചോദിച്ചില്ല, എന്നെ രക്ഷിപ്പാൻ ആരുമില്ലേ? എന്നെ സഹായിപ്പാൻ ആരുമില്ലേ? ഇവരെക്കാളൊക്കെയും ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മേൽ എനിക്കൊരു ദർശനമുണ്ട്, ദൈവം തന്ന ഒരു ദർശനം. അപ്പോൾ എൻ്റെ ദർശനം എവിടെ? അതെന്താണ് മൂടിക്കിടക്കുന്നത്? അതെന്താണ് ആക്ടിവേറ്റ് ചെയ്യാത്തത് എന്നൊക്കെ ജോസഫ് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല ജോസഫേ, നിൻ്റെ ദർശനം പാനപാത്രവാഹകൻ്റെ പോലെയല്ല. നിൻ്റെ പൊസിഷൻ അതിലൊക്കെ അപ്പുറമായിട്ട് രാജസ്ഥാനമാണ്, രാജാവിന് തുല്യമായ പ്രധാനമന്ത്രിയുടെ ഒരു സ്ഥാനമാണ്. ആ കസേരയാണ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, വെറും ഒരു പാനപാത്രവാഹകൻ്റെ കസേരയല്ല. അതുകൊണ്ട് പാനപാത്രവാഹകൻ അത് എളുപ്പം ലഭിച്ചു. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എലഫൻറ്റിൻ്റെയും ഈ ഡോഗ്സിൻ്റെയും ഡെലിവറിയെ പറ്റിയിട്ട്. എലഫൻറ്റ് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്ത്, ഡോഗ്സ് കുറച്ച് നാൾ, അതിൻ്റെ ഡെലിവറി കുറച്ച് മന്ത്സ് മാത്രമേ ഉള്ളൂ, അത് കൂടുതൽ കുഞ്ഞുങ്ങളും ഉണ്ടായി. എന്നാൽ ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ, വെയിറ്റ് ചെയ്ത് എലഫൻറ്റ് ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ എനോർമസ് ആയിട്ട് ഒരു വലിയ ആനക്കുട്ടിയെയാണ് എലഫൻറ്റിന് ലഭിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ നീ ഇന്ന് വെയിറ്റ് ചെയ്യുന്നത് ഒന്നും അധികമല്ല. ദാവീദ് രാജാവിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദാവീദ് രാജാവ് ഓൾമോസ്റ്റ് 15 ഇയേഴ്സിലാണ് സാമുവൽ പോയിട്ട് ദാവീദിനെ അനോയിൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അനോയിൻറ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണ് ദാവീദ് പോയത്? കാട്ടിലേക്ക് വീണ്ടും ആ ഷീപ്പിനെയൊക്കെ നോക്കുവാൻ വേണ്ടിയാണ് പോയത്. എബൌട്ട് 30 ഇയേഴ്സിലാണ് ദാവീദ് രാജാവ് രാജസ്ഥാനത്ത് എത്തുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നീ ചിന്തിക്കുന്നത് പോലെ നിൻ്റെ ദർശനം താമസിച്ചിട്ടില്ല. നമുക്ക് താമസിച്ചിട്ടുണ്ട് എന്ന് തോന്നിയെങ്കിലും ദൈവത്തിൻ്റെ വചനം ചലിക്കുന്നതാണ്, അത് ജീവനുള്ളതാണ്, അത് പ്രാണൻ തരുന്നതാണ്, അത് അസ്ഥിമജ്ജകളെ ബലപ്പെടുത്തുന്നതാണ്. അതിനെ ആർക്കും ചവിട്ടി മെതിക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കത്തില്ല. അത് വരും, അതിനുവേണ്ടി നീ കാത്തിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, വെയിറ്റ് അപ്പോൺ ഹിം. കർത്താവിൻ്റെ സമയത്ത് ദൈവം അത് പ്രവർത്തിക്കും. നാം ചിന്തിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും നാം അർഹിക്കുന്നതിലും ഒക്കെ അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ആർക്ക് വേണ്ടിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് ഹല്ലേലൂയ, സെക്കൻഡ് കൺഫർമേഷനോട് കൂടിയാണ് ഞാൻ ഈ വചനം പറയുന്നത്. പ്രിയ ദൈവ പൈതലെ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അതൊരു പക്ഷേ 25 വർഷമായിരിക്കും, 15 വർഷമായിരിക്കും, എത്ര വർഷമായിരുന്നാലും അത് വരുന്നത് നിന്നെ ഞെട്ടിച്ചുകൊണ്ടായിരിക്കും. ഹല്ലേലൂയ, നിന്നെ മാത്രമല്ല നിൻ്റെ കൂടെയുള്ളവരെയും ഞെട്ടിച്ചുകൊണ്ടാണ്. ഇതുവരെ നീ എവിടെയാണ്, നീ എന്താണ് ചെയ്യുന്നത്, നിനക്ക് എന്താണ് ഇത്ര താമസം, നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ മുമ്പിൽ അവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് നിൻ്റെ ദർശനത്തിൻ്റെ അവധി കഴിയാറായിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു ഓൾ.